ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് അക്കൗണ്ടൻസിയുടെ 10 ചാപ്റ്ററുകളാണ് തന്നിരിക്കുന്നത് 30 മാർക്കിന്. അതിൽ 9ഓളം ചാപ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനം ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്ന് പറയുന്നതിനകത്തുള്ള മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രൈം കോസ്റ്റ്, അതുപോലെ വർക്കിംഗ് അക്കൗണ്ട്, കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ ആസ്പെക്ട്സുകൾ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ കണ്ടന്റ് നന്നായി മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അതിന്റെ കണ്ടന്റ്സ് എന്ന് വ്യക്തമായി ഞാൻ നിങ്ങളടുത്ത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. കോസ്റ്റ് ബുക്സ് മൈനിങ് കമ്പനി. So cost books mining company means an association of persons organized for the purpose of working mines. കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഓർഗനൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് വർക്കിംഗ് മൈൻസ്, മൈൻസിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്ന പേഴ്സൺസിന്റെ അസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് ഈ കോസ്റ്റ് ബുക്സ് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്. So the management of mine is usually carried out by an agent called purser. ഇങ്ങനെ ഇതിന്റെ മൈനിന്റെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന, ക്യാരി ചെയ്യുന്ന ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേര് പൾസർ എന്നാണ്. അതൊരു ഏജന്റാണ് പൾസർ, PURSER എന്ന് പറയുന്ന പൾസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചറിംഗ് അക്കൗണ്ട്. അപ്പൊ എന്താണ് ഈ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്? എവിടെയാണോ പ്രൊഡക്ഷൻ നടക്കുന്നത്, എവിടെയാണോ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റിനെ അനാലിസിസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തുമാത്രം കോസ്റ്റായി, ഓരോ സ്റ്റേജിലും നമുക്ക് എന്തുമാത്രം കോസ്റ്റായി, അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജസിലും നമുക്ക് എന്തുമാത്രം എക്സ്പെൻസ് ആയി, എന്തുമാത്രം കോസ്റ്റായി, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായി ഫോം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എന്തുമാത്രം കോസ്റ്റ് ആട്രിബ്യൂട്ടബിൾ ആയി, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട്. So manufacturing account is a financial records that summarizes all costs incurred in producing finished goods, then providing insight into the production process and cost. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു ഫിനാൻഷ്യൽ റെക്കോർഡാണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിനകത്ത് ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റിനെയും ഒന്ന് സമ്മറൈസ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുകയാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പ്രൊവൈഡിങ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദി പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് കോസ്റ്റ്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സും കോസ്റ്റിനകത്തും നമ്മൾ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്നാണ്. ഇറ്റ് ഹെൽപ്സ് ദി ബിസിനസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ്, then identify the areas of cost reduction and determine the true cost of their production. ഇതെന്താണ് നമ്മളെ സഹായിക്കുന്നത്? മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എത്രയായി, അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ആൻഡ് ഡിറ്റർമിൻ ദ ട്രൂ കോസ്റ്റ് ഓഫ് ദെയർ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കോസ്റ്റ് എത്രയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഈ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇതൊരു ഫിനാൻഷ്യൽ റെക്കോർഡാണ്. ഇറ്റ് സമ്മറൈസസ് ഓൾ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ പ്രൊഡ്യൂസിംഗ് ഫിനിഷിംഗ് ഗുഡ്സ്. ഒരു ഫിനിഷിംഗ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടായ കോസ്റ്റ് ഇൻകർ ചെയ്തേക്കുന്ന എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. പ്രൊവൈഡിംഗ് ഇൻസൈറ്റ് ഇൻ ടു ദി പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് കോസ്റ്റ്, പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് കോസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എത്രയാണ്, അതിന്റെ ആ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോളിന്റെ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിനകത്ത് എത്രമാത്രം എക്സ്പെൻസ് ഉണ്ടായി അതിന്റെ ട്രൂ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മാനുഫാക്ചറിംഗ് കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും അതിന് നമുക്കൊന്ന് ശരിക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപാദന ചെലവ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. വേസ്റ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണം, കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യണം. ദെൻ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, മാനേജ്മെന്റിന് ആവശ്യമുള്ള റിപ്പോർട്ടിംഗ് നടത്തണം, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തണം. ദെൻ ഇൻവെന്ററി അഥവാ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ കോസ്റ്റിനെ കമ്പയർ ചെയ്ത് അനാലിസിസ് നടത്തണം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്നാണ്. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ കോസ്റ്റ് ബുക്ക് എന്നറിയണം. എന്താ കോസ്റ്റ് ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് ബുക്ക് ഈസ് എ ഫിനാൻഷ്യൽ റെക്കോർഡ് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്.
വളരെ പ്രധാനമാണ്. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കോസ്റ്റ് ബുക്ക് ഈസ് എ ഫൈനാൻഷ്യൽ റെക്കോർഡ്. അതൊരു ഫൈനാൻഷ്യൽ റെക്കോർഡാണ്. ആൻഡ് ആൻ അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. ഇതൊരു ഫൈനാൻഷ്യൽ റെക്കോർഡാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റ് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് കോസ്റ്റ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കോസ്റ്റ് ബുക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ആണ്. എന്താണ് ഈ സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് റെക്കോർഡ്സ് ഓൾ ദ കോസ്റ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ കോസ്റ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് മാനുഫാക്ചറിംഗ് കൺസേണിൽ വന്നാൽ അതൊരു സ്ട്രക്ചേർഡ് മാനറിൽ, ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്ട്രക്ചറിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുക. ഈ മാനുഫാക്ചറിംഗ് അക്കൗണ്ടിലേക്ക് വളരെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്. That means it records all the cost related transactions in a structured manner. ഒരു സ്ട്രക്ചേർഡ് മാനറിൽ കോസ്റ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക. That means it helps for classification of costs such as fixed cost, variable cost, semi-variable cost, direct cost, indirect cost, and to facilitate that cost analysis. അപ്പോൾ കോസ്റ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഏതൊക്കെയുണ്ട്? കോസ്റ്റുകൾ പലതാണ്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. അങ്ങനെ കോസ്റ്റ് അനാലിസിസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചറും കൂടി ഈ കോസ്റ്റ് ബുക്കിനുണ്ട്. അതാണ് രണ്ടാമത്തെ കേസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ആനുപാതികമായി കൂടാത്ത കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ്. സോ ദ ഫിക്സഡ് കോസ്റ്റ്, amount of fixed cost remain constant when the production is increasing. ഇവിടെ നമ്മൾ എത്ര തന്നെ പ്രൊഡക്ഷൻ കൂടിയാലും ശരി തന്നെ കോസ്റ്റിനകത്ത് ഒരു സ്റ്റാറ്റിക് ആയിട്ട് കോസ്റ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് കോസ്റ്റ് എന്നാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ബിൽഡിംഗ് എടുത്തു, അത് റെന്റിനടുത്ത് 10,000 രൂപയാണ് റെന്റ് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര തന്നെ പ്രൊഡക്ഷൻ നടന്നാലും നമ്മൾ കൊടുക്കേണ്ട റെന്റ് എത്ര തന്നെയാണ്? ഈ 10,000 തന്നെയാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് കോസ്റ്റ് എന്നാണ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും ഫിക്സഡ് കോസ്റ്റിന്റെ. അത് നമ്മൾ മനസ്സിലാക്കണം. ടോട്ടൽ കോസ്റ്റ് ആണ് ചേഞ്ച് ചെയ്യാത്തത്, പക്ഷേ പെർ യൂണിറ്റ്. ഉദാഹരണത്തിന് 10,000 രൂപ റെന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ബിൽഡിംഗ് എടുത്തു. ആ ബിൽഡിംഗ് നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ 10,000 ഡിവൈഡ് 1000 ആണ് പെർ യൂണിറ്റ്. ഇനി 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 10,000 ഗുണം 2000 ആണ്. അപ്പൊ പെർ യൂണിറ്റിൽ വ്യത്യാസമുണ്ട്, ടോട്ടൽ കോസ്റ്റിൽ വ്യത്യാസമില്ല. അതിന് വിളിക്കുന്നവർ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പ്രൊഡക്ഷൻ കൂടുന്നതിന് ആനുപാതികമായി കോസ്റ്റ് കൂടുന്നതിന് വിളിക്കുന്ന പേര് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. അപ്പൊ അതിന്റെ പെർ യൂണിറ്റിൽ യാതൊരു വ്യത്യാസവുമില്ല, പക്ഷെ ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ പാർട്ടിലി ഫിക്സ്ഡ് ആണ്, പാർട്ടിലി വേരിയബിൾ ആണ്. അങ്ങനെയുള്ള കോസ്റ്റ് ആണ് സെമി വേരിയബിൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് കോസ്റ്റ്. അങ്ങനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അത് ഇതെല്ലാം ചെയ്യുന്നത് കോസ്റ്റ് അനാലിസിസിന് വേണ്ടിയാണ്. അത് ക്ലാസിഫിക്കേഷൻ നടത്തി അത് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ് ബുക്സിനകത്ത് അതിന്റെ ഒരു ഫീച്ചറാണ്. അപ്പൊ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കൺട്രോൾ ഓവർ എക്സ്പെൻസസ്. കൺട്രോൾ ഓവർ എക്സ്പെൻസസ്, എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യുക. ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് എക്സ്പെൻസസ് ആൻഡ് ഐഡന്റിഫൈ ദ വേരിയൻസസ്. ഇവിടെ നമ്മൾ എക്സ്പെൻസിനെ മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ആ ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്. ആ ചേഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് കൺട്രോൾ ഓവർ എക്സ്പെൻസസ്. അതാണ് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. എന്താ ഡിസിഷൻ മേക്കിംഗ് ടൂൾ എന്ന് പറയുന്ന? ത്രൂ ദ കോസ്റ്റ് ബിഹേവിയർ അനാലിസിസ് ആണ്. ഇതിന്റെ കോസ്റ്റ് ബിഹേവിയർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടേക്ക് ദാറ്റ് സൂട്ടബിൾ ഡിസിഷൻസ്. മാനേജ്മെന്റ് ആണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് സൂട്ടബിൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അതിന്റെ കോസ്റ്റ് ബിഹേവിയർ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് കോസ്റ്റ് ബുക്കിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ബിഹേവിയർ അനാലിസിസ് വെച്ചുകൊണ്ട് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ സഹായിക്കുന്ന ഘടകം. അപ്പൊ ഏതൊക്കെയായി? സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ആയി, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആയി, കൺട്രോൾ ഓവർ എക്സ്പെൻസസ് ആയി, ദെൻ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് ആയി. ഇനി അഞ്ചാമത്തെ കേസ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ അറിയാം നമുക്ക്. ഇറ്റ് ഹെൽപ്സ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ഫോർ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ.
നമുക്ക് ബിസിനസിന്റെ പ്ലാനുകൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എത്രയാണ്, അങ്ങനെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ നടത്താൻ നമ്മളെ സഹായിക്കുന്ന ഘടകം കോസ്റ്റ് ബുക്സ് ആണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആൻഡ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ്. ബിസിനസ് പ്ലാൻസിനെല്ലാം ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ നടത്തുക, അത് കോസ്റ്റ് ബുക്കിന്റെ ധർമ്മമാണ്. അപ്പോൾ അതാണ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ആയി, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആയി, കൺട്രോൾ ഓവർ എക്സ്പെൻസസ് ആയി, ദെൻ ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആയി, ദെൻ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആയി. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി കോസ്റ്റ് അലോക്കേഷൻ. എന്താ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്? ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കൺസേണിൽ ഉണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസിന് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അത് ഡിറ്റർമിൻ ചെയ്യണം നമുക്ക് കോസ്റ്റ് അലോക്കേഷൻ. So it helps you to allocate expenses to various department or production unit. പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുക, അത് കോസ്റ്റ് ബുക്സിന്റെ ഫീച്ചറാണ്. 6ാമത്തെ ഫീച്ചറാണ്. ഇനി 7ാമത്തെ ഫീച്ചർ പെർഫോമൻസ് ഇവാലുവേഷൻ. എന്താ പെർഫോമൻസ് ഇവാലുവേഷൻ? ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കൺസേണിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു കോസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചു. നേരത്തെ തന്നെ ഒരു പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് വെച്ചിട്ടുണ്ട്, അതിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നാണ് വിളിക്കുക. എന്നിട്ട് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആക്ച്വലായിട്ട് എന്തുമാത്രം കോസ്റ്റ് ആയി എന്ന് നമ്മൾ നോക്കി. അപ്പം പ്രീ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്തു, അവസാനം അനലൈസ് ചെയ്തു, അതിനെ കമ്പയർ ചെയ്തു. അപ്പോൾ കമ്പയർ ചെയ്തപ്പം വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് വേരിയൻസ്. അങ്ങനെ വേരിയൻസ് അതിനകത്ത് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഇൻഎഫിഷ്യൻസിയാണ്. നമ്മളെ ബിസിനസിന്റെ ഇൻഎഫിഷ്യൻസി സ്റ്റാൻഡേർഡിൽ നിന്ന് ആക്ച്വൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രീ ഡിറ്റർമിൻ ചെയ്ത കോസ്റ്റിനേക്കാൾ കൂടുതലാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്കിൽ അത് ബിസിനസിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക വേരിയൻസ്, എന്നിട്ട് അതിന് മെഷറുകൾ എടുത്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ. അത് കമ്പയർ ചെയ്യണം. എന്തൊക്കെയാണ്? ദ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേരിയൻസ്. അത് വേരിയൻസ് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ടേക്ക് എ കൺട്രോൾ മെഷേഴ്സ്. അതിനെ കൺട്രോൾ മെഷേഴ്സ് എടുത്ത് അതിനെ കൺട്രോൾ ചെയ്യുക. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് ശ്രമിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇല്ലേ? ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ്, then classification of cost, then control over expenses, decision making tools, budget preparations, then cost allocation, then performance evaluation. ഇതൊക്കെ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് കോസ്റ്റ് ബുക്ക് എന്താണ്, കോസ്റ്റ് ബുക്കിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഈ കോസ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ബുക്ക്. പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിന് മറ്റൊരു പേരാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു മാനുഫാക്ചറിംഗ് കൺസേണിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ് ഷീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവം? അവിടെ ഒരു കോസ്റ്റ്, എത്ര നാളെ ഒരു പ്രോഡക്റ്റിന് കോസ്റ്റ് ആവും, ആ കോസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ് ബുക്ക്, അതല്ലെങ്കിൽ അതിനെ കോസ്റ്റ് ഷീറ്റ് എന്നാണ് വിളിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫോർമാറ്റ് തന്നെയുണ്ട്. അതാദ്യം നമ്മൾ ചെയ്യുന്നത് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ പ്രൈം കോസ്റ്റ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഓവർഹെഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഇത് 3 കൂടെ കൂട്ടണം നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ. അതിൽ എത്ര ലേബറാണ് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ലേബറിനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് ലേബർ. അതിനകത്തുണ്ടാകുന്ന എക്സ്പെൻസിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രൈം കോസ്റ്റ് എന്നാണ്. അപ്പോൾ ആ പ്രൈം കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അത് മറന്നു പോകരുത്. പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി. അപ്പൊ ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ഓവർഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ്. ഈ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ആൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ടോട്ടൽ ഓഫ് ആൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ കോസ്റ്റിംഗ് പറഞ്ഞു. ഈസിലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർഹെഡ്. അതിങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്തതിനകത്ത് കിടക്കുകയാണ്. നമുക്ക് ഒരിക്കലും അതിന് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് എല്ലാത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേര്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ ടോട്ടലായിട്ട് വിളിക്കുന്ന പേര് ഓവർഹെഡ് എന്നാണ്. അപ്പൊ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ, അതിന്റെ ടോട്ടൽ, അതിനെ വിളിക്കുന്ന പേര് ഫാക്ടറി ഓവർഹെഡ് എന്നാണ്. അപ്പൊ പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് നമ്മൾ കൂട്ടി.
അങ്ങനെ പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് കൂട്ടുമ്പം കിട്ടുന്നതാണ് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടി. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടിയപ്പം പ്രൈം കോസ്റ്റ് കിട്ടി. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫാക്ടറി ഓവർഹെഡ് കൂട്ടിയപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടി, അഥവാ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഫാക്ടറി കോസ്റ്റിനോടൊപ്പം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കൂട്ടി. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഓഫീസിൽ വരുന്ന ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കൂട്ടി. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഉൽപാദന ചെലവ്, അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടെ കൂട്ടി. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂട്ടിയപ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയത്. ആ ഇക്വേഷൻ നമ്മൾ മറക്കരുത്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് കാൾഡ് പ്രൈം കോസ്റ്റ്. ദെൻ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വർക്ക് കോസ്റ്റ്. ദെൻ അതിനോടൊപ്പം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടിയപ്പം കിട്ടിയത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടിയപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് കൂട്ടിയാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അങ്ങനെയാണ് ആ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ബുക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ പ്രൈം കോസ്റ്റ് എന്താണ്, വർക്ക് കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഒരു കോസ്റ്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ട് അതോടൊപ്പം തന്നെ മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് ഓഫ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്ന് പറഞ്ഞാൽ മൈനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വർക്കിനെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ്, മാനുഫാക്ചറിംഗ് അക്കൗണ്ടിംഗ്, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് ഒരു ആസ്പെക്ട്സ് കൂടെ അവർ തന്നുണ്ട്. എന്താണ് ഈ വർക്കിംഗ് അക്കൗണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നു. വർക്കിംഗ് അക്കൗണ്ട് സിംപ്ലി മീൻസ് ആൻ അക്കൗണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ആൻഡ് മാനേജ്ഡ് ഫോർ ഓൺ ഗോയിങ് ബിസിനസ് ഓർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഒരു അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നു. ഓൺ ഗോയിങ് ബിസിനസ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്, അതല്ലെങ്കിൽ നമ്മളെന്താ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു ഓൺ ഗോയിങ് ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സ്, അത് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതിനെ വിളിക്കുന്ന പേര് വർക്കിംഗ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ചാപ്റ്ററിൽ നിന്ന് ഒരു ചെറിയ ആസ്പെക്ട്സ് മാത്രം എടുത്തിട്ടാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ 3 മാർക്കിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ എന്താണ് ഈ കോസ്റ്റ് ബുക്സ് മൈനിങ് കമ്പനി, എന്താണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, എന്താണ് കോസ്റ്റ് ബുക്ക്, എന്താണ് ഈ വർക്കിംഗ് അക്കൗണ്ട്, എന്താണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് ബുക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫീച്ചേഴ്സ്, അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ബുക്സ്, കോസ്റ്റ് ബുക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പ്രൈം കോസ്റ്റ് എന്താണ്, ഫാക്ടറി കോസ്റ്റ് എന്താണ്, ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്താണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പെരിഫറിക്കലായി അവർ തന്നിരിക്കുന്ന ഒരു സിലബസ് ആണ്. എത്രത്തോളം ആഴത്തിലാണ് അവർ ചോദിക്കുന്നത് നമുക്ക് ഇതിനകത്തൊരു ധാരണയില്ല. കാരണം ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കുറെ പോയിന്റ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ പോലും ഞാൻ നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി അതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മതിയാവുമായിരിക്കും, നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇതിന്റെ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിൽ പോകേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് വളരെ കറക്റ്റായിട്ട് അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ കോസ്റ്റിംഗും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോഴത് എടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എലാബറേറ്റ് ആയിട്ട് നമുക്ക് അവിടെ എടുക്കാം. ഇവിടെ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 3 ചോദ്യം മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇന്നെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ജനറൽ വ്യൂവിലും ഒക്കെ അതിനകത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ അങ്ങനെ 3 മാർക്ക് ചോദിക്കണമെന്നൊന്നുമില്ല. അവർക്ക് എവിടെ നിന്നും ചോദിക്കാം, അവർ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സിലബസ് തന്നിരിക്കുന്നെങ്കിലും എവിടെ നിന്നും ചോദിക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനറൽ വ്യൂവിലാണ് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ശരി തന്നെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചില നോട്ട്സുകളൊക്കെ ഇതിനകത്ത് ഇടാനുള്ള പ്രയോഗങ്ങൾ ശ്രമമുണ്ട്. അപ്പോൾ ആ നോട്ട്സുകൂടെ നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസുള്ള ക്ലാസ്സുകൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 10 ചാപ്റ്ററും ഞാൻ നിങ്ങൾക്ക് 10 മൊഡ്യൂളുകളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്നോട് സഹകരിക്കണം, നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.